വീണ്ടും 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 ബിഗ് ബോസിൽ പോവാം. വീണ്ടും പ്രൊമോ വന്നിരിക്കുകയാണ്. പുതിയ പ്രൊമോ നിങ്ങൾ കണ്ടതല്ല. അപ്ലൈ ചെയ്തവർക്കും വീണ്ടും ചെയ്യാം, കിട്ടാത്തവർക്ക് വീണ്ടും കിട്ടാൻ അവസരം. അവസാനത്തെ ചാൻസ് ആണ് മക്കളെ, മിസ്സാക്കരുത്. ഞാൻ പറഞ്ഞു തരാം, വ്യക്തമായിട്ട് ചെയ്തോ, ഇതിൽ നിങ്ങൾക്ക് കിട്ടും. ഇത്തവണ മലയാളം ബിഗ് ബോസിൽ 1ഉം 2ഉം തവണ എല്ലാം കഴിഞ്ഞിട്ട് ഇത് വീണ്ടും കോമണേഴ്സിനെ വിളിക്കുകയാണ്. എന്ത് പറ്റി? നിങ്ങൾക്ക് ചാൻസ് കിട്ടും. ലിങ്ക് വന്നിരിക്കുകയാണ് പുതിയതായിട്ടുള്ളത്, അപ്ലോഡ് ചെയ്യാനുള്ളത്. ഇത്തവണ കളി ഇൻസ്റ്റഗ്രാമിലാണ് നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ളത്. അതെ, ഇൻസ്റ്റഗ്രാമില് നിങ്ങൾ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു തരുന്ന പോലെ ചെയ്തു നോക്ക്, നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇതിന്റെ പ്രത്യേകത, ഇതിന് ഇത്ര MB എന്നില്ല, ഇത്ര സമയമൊന്നുമില്ല, ഇത്ര തീയതി വരെ എന്നില്ല. നിങ്ങൾക്ക് കുറച്ച് ദിവസം നിങ്ങളുടെ കയ്യിലുണ്ട്. അതിനകത്ത് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കയറാം ബിഗ് ബോസ് അഗ്നി പരീക്ഷയിൽ. എന്താണെന്നുള്ള മുഴുവൻ ഡീറ്റെയിൽസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോ ഓൾറെഡി ഞാൻ ഇന്നലെയൊക്കെയായിട്ട് നിങ്ങളടുത്ത് വീഡിയോ ഇട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കോമണേഴ്സ് പ്രൊമോയും കൂടി വരാനിരിക്കുന്നുണ്ട്. നമ്മുടെ ലക്ഷ്മി നക്ഷത്ര ആയിരിക്കും ആ പ്രൊമോ അവതരിപ്പിക്കുന്നതെന്ന്. അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. കുറേ പേർക്കൊന്നും ഇത് അറിഞ്ഞിട്ടില്ല, കുറേ പേരിൽ ഇത് അറിഞ്ഞിട്ടില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ഇത് ഒന്നുകൂടെ പറയുകയാണ്. നമ്മുടെ വൈറ്റ് ഗോൾഡ് എന്ന് പറയുന്ന പഴയ സ്വർണം, പണയത്തിലിരിക്കുന്ന പഴയ സ്വർണത്തിനെ എടുത്ത് അതിനെ പുതുക്കി അതിൻ്റെ റേറ്റൊക്കെ കൊടുത്ത് എക്സ്ചേഞ്ച് ചെയ്ത് വിൽക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കമ്പനി. ആ കമ്പനി സ്പോൺസർ ചെയ്യുന്നുണ്ട് ഇത്തവണ ബിഗ് ബോസ്. ബിഗ് ബോസിന്റെ സ്പോൺസേഴ്സ് നമുക്കറിയാലോ, ഒത്തിരി പേര് കാണും. അപ്പൊ വൈറ്റ് ഗോൾഡും ഇത്തവണ ബിഗ് ബോസിന്റെ സ്പോൺസറുടെ ഭാഗമാവുകയാണ്. അതിനെ തുടർന്ന് വൈറ്റ് ഗോൾഡിൽ നിന്നും കുറച്ച് പേര് എന്ത് ചെയ്യുന്നു, കോമണേഴ്സ് ആയിട്ട് അവരെ സെലക്ട് ചെയ്യുവാണ്. അതിന് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? കോമണറായിട്ട് പോകാൻ വേണ്ടിയിട്ട് വേറെ ഒന്നുമല്ല, നിസ്സാര പണിയാണ്. whitegolde.kerala എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം ID ഉണ്ട്. ആ ഇൻസ്റ്റഗ്രാം ID നിങ്ങളൊരു വീഡിയോ, എന്തുകൊണ്ട് നിങ്ങൾ ബിഗ് ബോസിൽ പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ എന്ത് ചെയ്യുക, ഫോണിൽ ഷൂട്ട് ചെയ്യുക. ഫോണിൽ ഷൂട്ട് ചെയ്തിട്ട് നിങ്ങളത് നിങ്ങളുടെ സ്വന്തം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുക. പോസ്റ്റ് ചെയ്തിട്ട് അവരെ ടാഗ് ചെയ്യുക, താഴെ മെൻഷൻ ചെയ്യുക. ആരെ? whitegolde.kerala മെൻഷൻ ചെയ്യുക. തീർന്നില്ല പരിപാടി. എന്നിട്ട് നിങ്ങൾ whitegolde.money/appkerala എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോവുക. ഈ വെബ്സൈറ്റിൻ്റെയും അതുപോലെ തന്നെ മെൻഷൻ ചെയ്യാനുള്ള സാധനം ഞാൻ കമന്റ് ബോക്സിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്ത് കൊടുത്തിരിക്കാം. നിങ്ങൾ ആ വെബ്സൈറ്റിൽ പോവുക. എന്നിട്ട് വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ അടിച്ചു കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. അതായത് നിങ്ങളുടെ ഫുൾ നെയിം, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ ID, ഫോൺ നമ്പർ, അത് വെച്ചിട്ടുള്ള OTP, നിങ്ങൾ ആണാണോ പെണ്ണാണോ ട്രാൻസ് ആണോ, അത് നിങ്ങളുടെ വയസ്സ്, നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്, നിങ്ങളുടെ പിൻകോഡ്, ഇത്രയും അടിച്ചു കൊടുത്തിട്ട് ഓൾറെഡി നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. ആ അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ ലിങ്ക്, എല്ലാ വീഡിയോയ്ക്കും ഒരു ലിങ്ക് ഉണ്ട്, അത് കോപ്പി ചെയ്തുകൊണ്ട് വന്ന് ഇവിടെ പേസ്റ്റ് ചെയ്യണം. കോപ്പി ചെയ്തുകൊണ്ട് ഇവിടെ പേസ്റ്റ് ചെയ്ത് താഴെ 2-3 ടിക്കൊക്കെ ഇടാനുണ്ട്. ആ ടിക്കെല്ലാം ഇട്ട് സബ്മിറ്റ് ചെയ്ത് പ്രോസസ്സിംഗ് ആയി കറങ്ങി വരുന്നവരെ വെയിറ്റ് ചെയ്യണം. ഇത്രയും മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഇനി ഇത്രയാണ് അതിനകത്ത് പറയുന്ന പ്രൊസീജിയേഴ്സ്. ഇനി എക്സ്ട്രാ എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ള 2-3 ടിപ്പാണ്. എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ കൊണാ വീഡിയോ ചെയ്യരുത്. അതായത് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ബിഗ് ബോസിൽ പോകാൻ ആഗ്രഹം, ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, കഴിഞ്ഞ ബിഗ് ബോസുകളിൽ നിന്ന് നിങ്ങൾ എന്ത് വ്യത്യസ്തതയാണ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ വളരെ സ്പഷ്ടമായിട്ട് ആദ്യത്തെ ആ ഒരു 3 മിനിറ്റത്തെ വീഡിയോ ഒക്കെ മതി. അല്ലാതെ ഇല്ല 50 മിനിറ്റിന് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കരുത്. ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിരിക്കണം, ഷോർട്ട് ആൻഡ് പൊളി ആയിരിക്കണം. അങ്ങനെ ആയിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. ഇത് ഒന്നാമത്തെ കാര്യമാണ്. ഇനി രണ്ടാമത്തെ കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ പരിപാടി, അതായത് ഈ ഓഡീഷൻ നടത്തുന്നത് ആരാ? ഒരു ടിപ്പാണ്. ഈ ഓഡീഷൻ നടത്തുന്നത് നമ്മുടെ വൈറ്റ് ഗോൾഡ് ആണല്ലോ. അപ്പൊ ഈ വൈറ്റ് ഗോൾഡിന്റെ ഇൻസ്റ്റഗ്രാം പേജ് നിങ്ങൾ ചുമ്മാ ഒന്ന് ഫോളോ ചെയ്ത് നോക്ക്. നിങ്ങൾ ഫോളോ ചെയ്യുക, അത് ബെസ്റ്റ് ട്രിക്കാണ്. ചിലപ്പോൾ അവർ അങ്ങനെയൊക്കെ ആയിരിക്കും ഫിൽട്ടർ ചെയ്യുന്നത്. നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടുണ്ടോ നമുക്ക് നോക്കാം. അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടുള്ള നല്ല ആൾക്കാരെ വിളിക്കുന്നുള്ളൂ. നമ്മുടെ അക്കൗണ്ടും ഫോളോ ചെയ്യാൻ വയ്യ, എന്നിട്ട് നമ്മുടെ ഓഡീഷൻ വഴിയോമാർക്ക് കയറാനാ തരുന്നില്ല എന്ന് വെച്ച് നിങ്ങളുടെ ചാൻസ് പോയാലോ? അപ്പൊ അതുകൊണ്ട് എന്തായാലും മറക്കാതെ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം ചെയ്യാനുള്ള അവരുടെ അക്കൗണ്ട് whitegolde.kerala ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുക. ഇനി ഇത് ആരുടെ കമ്പനിയാണെന്ന് അറിയാമോ? നമ്മുടെ കോൺഫിഡന്റ് ഗ്രൂപ്പില്ലേ, കഴിഞ്ഞ വർഷം വരെ ബിഗ് ബോസ് സ്പോൺസർ ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ കോൺഫിഡന്റ് ഗ്രൂപ്പ്, നമ്മുടെ റോയ് സാർ, മരിച്ചുപോയ റോയ് സാർ ഇല്ലേ, റോയ് സാറിന്റെ സ്വന്തം സഹോദരനായിട്ടുള്ള നമ്മുടെ ബാബു CJയുടെ സംരംഭമാണ് ഈ പറയുന്ന വൈറ്റ് ഗോൾഡ്. അപ്പൊ ബാബു CJയുടെ അക്കൗണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. ആ ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ
ലക്ഷ്മി നക്ഷത്രയാണ് ഇൻസ്റ്റാഗ്രാമിൽ ആ വീഡിയോ ഇട്ടിരിക്കുന്നത്. അപ്പൊ ലക്ഷ്മി നക്ഷത്രയാണ് ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ. അപ്പൊ ബ്രാൻഡ് അംബാസിഡറായ ലക്ഷ്മി നക്ഷത്രയെ, പിന്നെ ഈ കമ്പനിയുടെ ഓണറായ ബാബു CJ, അതുപോലെ ഈ കമ്പനി വൈറ്റ് ഗോൾഡ്, ഈ 3 സാധനം നിങ്ങൾ ചുമ്മാ ഫോളോ ചെയ്ത് വെച്ചോ. കുറച്ച് ദിവസത്തേക്കല്ലേ, ബിഗ് ബോസ് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് അൺഫോളോ ചെയ്യാം. നിങ്ങൾ ഇവരെ 3 പേരെയും വെറുതെ ചെയ്ത് വെച്ചോ. ഇതെന്റെ ടിപ്പാണ്. കാരണം ബ്രാൻഡ് അംബാസിഡറിനെയും അതിന്റെ ഫൗണ്ടറിനെയും ആ കമ്പനിയൊക്കെ ഫോളോ ചെയ്ത് വെക്കുന്നത് നിങ്ങളുടെ ഓഡീഷന് എക്സ്ട്രാ ഒരു ബോണസ് പോയിന്റ് വീഴാനായിട്ടുള്ള സാധ്യതയാണ്. അത്രയും ഞാൻ പറയുന്നുള്ളൂ. പിന്നെ എന്ത് പറയാം, ഞാൻ പറയുന്ന പോലെ തന്നെ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ അതിനകത്ത് പറയെ കിടന്ന് ബി എന്ന് പറഞ്ഞിട്ട് കടന്ന് അങ്ങനെ നിൽക്കരുത്. നിങ്ങൾ എന്താണ്, നിങ്ങളുടെ ജോബ് എന്താണ്, നിങ്ങളുടെ ഏജ് എന്താണ്, അല്ലാതെ എൻ്റെ വീട്ടിൽ അമ്മ, അച്ഛൻ, ചേട്ടൻ, ചേച്ചി, അനിയത്തി, അനിയൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത്. ഞാൻ ഇതാണ്, എൻ്റെ വയസ്സ് ഇതാണ്, ഞാൻ താമസിക്കുന്ന സ്ഥലം ഇതാണ്, അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന വർക്ക് ഇതാണ്, അല്ലെങ്കിൽ ഞാൻ പഠിക്കുകയാണെങ്കിൽ അതാണ്. ഇത്രയും മതി. ഇതാണ് നിങ്ങളുടെ സെൽഫ് ഇൻട്രോ. ബാക്കി ദെൻ വൈ ബിഗ് ബോസ്, എന്തിനു നിങ്ങൾ ബിഗ് ബോസിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നു, അടുത്ത് നിങ്ങൾ എന്തിനെ സെലക്ട് ചെയ്യണം, ഇപ്പൊ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്നെ വിളിക്കേണ്ട കാര്യം എന്താണ്, ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്, എന്ത് മാറ്റമാണ് കൊണ്ടുവരാൻ പോകുന്നത്, ഞാൻ എങ്ങനെയായിരിക്കും അവിടെ നിൽക്കുക എന്നൊക്കെയുള്ള കാര്യം നിങ്ങൾ 2 മിനിറ്റ് ഷോർട്ട് ആൻഡ് ക്രിസ്പൻ പൊളിയായിട്ട് പറയുക. അത്രയൊക്കെ ഉള്ളൂ എനിക്ക് പറഞ്ഞുതരാനുള്ള ടിപ്പ്. ഇനി ഇതുപോലൊരു ചാൻസ് കിട്ടൂല, നിങ്ങൾക്ക് തന്നെ അറിയാം അത്. കാരണം എനിക്ക് തോന്നുന്നു ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും തവണ കോമണേഴ്സിനെ അവർ വായോ 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 എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതുപോലെ കിട്ടത്തില്ല. നമുക്ക് എല്ലാ സീസണിലും കോമണേഴ്സ് വരും എന്ന് പറയാൻ പറ്റൂല. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ മാത്രമാണ് ഇതുപോലെ അടുത്തടുത്ത്. ഇത് 4ാമത്തെ സീസണാണ്. 5-ൽ വിളിച്ചിട്ടുണ്ട് കോമണേഴ്സിനെ, 6-ൽ വിളിച്ചിട്ടുണ്ട് കോമണേഴ്സിനെ, 7-ൽ വിളിച്ചിട്ടുണ്ട്, 8-ലും വിളിച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു ഭാഷകളിലെ ബിഗ് ബോസിലും ഇതുപോലെ വിളിച്ചിട്ടില്ല കോമണേഴ്സിനെ ഇങ്ങനെ. അപ്പം നിങ്ങൾ ആദ്യം ലാലേട്ടൻ വന്ന് പറഞ്ഞപ്പോൾ അപ്ലൈ ചെയ്തവർ കിട്ടിയില്ല എന്ന് പറഞ്ഞോ, കിട്ടിയില്ല, പോട്ടവില്ല ഇരിക്കും. മൈജി വന്നപ്പോഴത്തേക്കും അനീഷ് പറഞ്ഞത് കേട്ട് അപ്ലോഡ് ചെയ്തപ്പം കിട്ടിയില്ലെന്ന് വിചാരിച്ചിരിക്കുന്നവർ കാണും. നിങ്ങൾ കിട്ടിയില്ലെന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചൂട്ടും കെട്ടി വീട്ടിൽ ഇരിക്കാനേ പറ്റൂ. നിങ്ങൾ ഇതിൽ അപ്ലോഡ് ചെയ്യും. ഇനി അടുത്ത വർഷമൊക്കെ ഈ കോമണേഴ്സ് ഓഡീഷൻ ഉണ്ടോ ഇല്ലേ എന്ന് പറയാൻ പറ്റൂല. കാരണം ഇത്തവണ ഒത്തിരി കോമണേഴ്സിന് അവസരം കൊടുക്കുവാണ്. അപ്പൊ അവരെ ഇനിയിപ്പോൾ വേണ്ട, നമ്മൾ കുറെ കോമണേഴ്സിന് അവസരം കൊടുത്തല്ലോ. എപ്പോഴും എന്തിനാ ഇങ്ങനെ കോമണേഴ്സിന് അവസരം കൊടുത്തിട്ട് എന്ത് കിട്ടാനാ? സത്യം പറഞ്ഞാൽ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. കോമണേഴ്സിന് അവസരം കൊടുത്തിട്ട് എന്തെങ്കിലും കിട്ടാനുണ്ടോ? അവരുടെ ഷോക്ക് എന്തെങ്കിലും ലാഭമുണ്ടോ? നമ്മൾ അതാ ചിന്തിക്കാനുള്ളത്. ഒരു കോമണറിനെ പിടിച്ച് അതിനകത്ത് ഇട്ടിട്ട് ഒരു ലാഭവും ഇല്ല. അതേസമയം ഇപ്പൊ 5 കോമണറെങ്കിലും അറ്റ്ലീസ്റ്റ് ഇതിൽ സെലക്ട് ആവുമല്ലോ. ഈ 5 കോമണേഴ്സിനെ എടുക്കുവാണെങ്കിൽ ഇതിന് പകരം 5 സെലിബ്രിറ്റീസിനെയാണ് അവിടെ കൊണ്ടിരുത്തിയെന്ന് വിചാരിച്ചോ. നമ്മൾ കാണും ആ ഷോയുടെ, മറ്റവർ വരുന്നിടെ ഇതോടെ ഇവർ വരുന്നിടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളത് കണ്ടോണ്ടിരിക്കും. അപ്പൊ കോമണേഴ്സ് വരുമ്പോൾ അവരവിടെ വന്ന് കളിച്ച് 10-30 ദിവസം നിന്ന് കുറഞ്ഞത് അറ്റ്ലീസ്റ്റ് അവിടെ നിന്ന് ഒരു ഫെയിം ഉണ്ടാക്കി എടുത്ത്, അതാണ് അവരുടെ ഫെയിം. പിന്നെയാണ് അവർ സെലിബ്രിറ്റി ആവുന്നത്. അപ്പോഴേ നമുക്ക് കാണാൻ ഇൻട്രസ്റ്റ് വരത്തുള്ളൂ. മറ്റത് സെലിബ്രിറ്റി ആയിട്ടുള്ള താരങ്ങൾ അവിടെ വരുമ്പോൾ അവരെന്താ ചെയ്യാൻ പോണേ നമുക്ക് അറിയണമല്ലോ എന്നൊരു സാധനം നമുക്ക് വരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കാനുള്ളത് നമ്മളെ അവിടെ കയറ്റണമെന്ന് അവർക്ക് ഒരു നിർബന്ധവും ഇല്ല. പിന്നെ കോമണേഴ്സിന് അവസരം തരുന്നത് അത് ബിഗ് ബോസിന്റെ ഭിക്ഷയാണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം അവർക്ക് അത്രയും നല്ല മനസ്സുള്ളതുകൊണ്ട് അവർ തരുന്നു. അപ്പൊ അത് എല്ലാ വർഷവും ഉണ്ടെന്ന് കരുതി ഇനിയിപ്പോൾ അടുത്ത വർഷം ട്രൈ ചെയ്യാന്ന് പറഞ്ഞിരിക്കരുത്. സമയം തീർന്നിട്ടില്ല. ഇന്ന് മുതൽ വീണ്ടും തുറന്നിരിക്കുകയാണ്. അപ്ലോഡ് ചെയ്യുക. ലിങ്ക് ഞാൻ എൻ്റെ ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അതുവരേക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ദയവ് കരുതി. നമുക്ക് 1 lakh അടിക്കണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഒപ്പീനിയൻസ് മസ്റ്റായിട്ട് താഴെ പറയണം. വീഡിയോ ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അതുവരേക്കും ബൈ.